ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റായ മാഗ്നം കൺസ്ട്രക്ഷൻ ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞ് മെഴുകി നടക്കുന്നുണ്ടെങ്കിൽ പോലും അവന്മാര് മോഹവില കിട്ടാതെ ക്ലബ്ബ് കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. പാർട്ടിസിപ്പേഷൻ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ലബ്ബുകൾ കൊടുക്കേണ്ട പാർട്ടിസിപ്പേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു എമൗണ്ടിന്റെ ആദ്യ ഗഡു കൊടുത്തു തീർക്കാനുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ നിലവിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരങ്ങി വിളിച്ച് മെഴുകിക്കൊണ്ട് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ജംഷഡ്പൂർ എഫ് സി ഇതുവരെയും ആ ഗഡു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഫിനാൻഷ്യലി ഒന്നും എടുക്കാനില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. മേ ബി സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്ലബിൽ നിന്ന് മാക്സിമം ലാഭം ഉണ്ടാക്കുക, ക്ലബിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ മാഗ്നത്തിന്റെ പ്രയോറിറ്റി തന്നെയാണ് എന്ന് തെളിയുന്നുണ്ട്. അവര് വേറെ ആർക്കും തൽക്കാലം ഈ ക്ലബ്ബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരും എന്നൊക്കെ നമ്മൾ ഒരുപാട് മോഹിച്ചിരുന്നു എങ്കിൽ പോലും മോഹമായിട്ട് തന്നെ അവശേഷിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ നല്ല ഏതെങ്കിലും ക്ലബ്ബ് മാനേജ്മെന്റ് വന്നാൽ കൊള്ളാം. ഇവന്മാര് കൊടുക്കുന്നെങ്കിൽ നല്ല എമൗണ്ടിലേ കൊടുക്കത്തുള്ളൂ. അത്രയും എമൗണ്ട് കൊടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഫുട്ബോളിന്റെ എല്ലാം മാറ്റാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും എന്ന് വിശ്വസിക്കാം. ഏതായാലും മാഗ്നം പാർട്ടിസിപ്പേഷൻ ഫീയുടെ ആദ്യ ഗഡു കൊടുത്തു. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. അതായത് പാർട്ടിസിപ്പേഷൻ ഫീ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ വേണ്ടിയാണ് കൊടുക്കേണ്ടത്. അത് ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. സോ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളി